സഹൃദയരെ ഭക്ഷണ വിശ്വാസികളെ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ നിങ്ങൾക്ക് ഏറ്റവും മോശമെന്ന് തോന്നിയതോ അല്ലെങ്കിൽ ഓവർ ഹൈബ്രിഡ് തോന്നിയതോ ആയിട്ടുള്ള റെസ്റ്റോറന്റ്, നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് ഫീൽ ചെയ്ത റെസ്റ്റോറന്റ് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഒരുപാട് മെസ്സേജ് വന്നു കേട്ടോ. ഏറ്റവും കൂടുതൽ വന്നത് KH കേരള ഹോട്ടൽ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ലുലു മോളിന് ഓപ്പോസിറ്റ് ഉള്ളതിലാണ് ഞാൻ പോയി വിസിറ്റ് ചെയ്തത്. ഇന്ന് സൺഡേ, ഇന്നലെ സാറ്റർഡേ ആണ് ഞാൻ അവിടെ പോയത്. വീക്കെൻഡിലാണ് പോയത്. നിങ്ങൾ ആലോചിക്കണേ എൻ്റെ പൊന്നു ഗൈസ്. ഈ വീഡിയോ വളരെ ഷോർട്ട് ആയിരിക്കും, എനിക്കൊന്നും പറയാനില്ല. ഈ റെസ്റ്റോറന്റ് അവസ്ഥ ഏകദേശം ഒരു മൂന്ന് വർഷം മുന്നേ ആണെന്ന് തോന്നുന്നു. ഞാൻ ഇതിനകത്ത് ഒരു വട്ടം ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് ഇവിടെ ഭയങ്കര തിരക്കാണ്. ഒരുപാട് പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഇതിനകത്ത്. 2-3 സെക്ഷനായിട്ട് ഇരിക്കാം. പിന്നെ പാഴ്സലിന് വേണ്ടി സെപ്പറേറ്റ് ഒരു കൗണ്ടർ പോലെ ഉണ്ട്. ടോപ്പിൽ ഇരിക്കാൻ സെറ്റപ്പ് ഉണ്ട്, സൈഡിലുണ്ട്, അകത്തുണ്ട്. ഒരുപാട് ഡൈനിങ് ഏരിയയും പാർക്കിംഗ് ഏരിയയും ഒക്കെ ഉള്ള ഒരു വലിയ റെസ്റ്റോറന്റ് ആയിരുന്നു. പോപ്പുലർ ആണെന്നേ അറിയാവൂ. ഞാൻ ഇങ്ങനത്തെ ഇവര് നാടൻ ഭക്ഷണത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു റെസ്റ്റോറന്റ്. ഈ റെസ്റ്റോറന്റ് ഇവിടെ ആവുന്നതിന് മുന്നേ, അതായത് ലുലു മോളിന് ഓപ്പോസിറ്റ് ഇത് വലിയൊരു റെസ്റ്റോറന്റ് ആയിട്ട് മാറ്റി കുറച്ച് സെറ്റപ്പ് ഒക്കെ ചെയ്ത് AC ഒക്കെ ചെയ്തിട്ട് ഇവര് വരുന്നതിന് മുന്നേ ഇവര് ചെറിയ രീതിയിലുള്ള റെസ്റ്റോറന്റ്, അത് ഒരുപാട് വർഷം മുന്നെയാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലുലു മോളിന്റെ പണി തുടങ്ങുന്നതിന് മുന്നേ ആണെന്ന് തോന്നുന്നു. ഞാൻ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് ഇവരിവിടെ ഉണ്ടായിരുന്നു. അന്ന് ഒരു ചെറിയ ടേബിളൊക്കെ വലിച്ചിട്ടിട്ട് ഇലയിലൊക്കെ ഫുഡ് കൊടുക്കുന്ന ഇവരുടെ 1-2 സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ആ ടൈമിൽ ഞാൻ ഈ റെസ്റ്റോറന്റ് പോയപ്പോഴേക്കും നല്ല ഫുഡായിരുന്നു. നല്ല ഫുഡ് മീൻസ് ഒത്തിരി ഐറ്റംസ് ഇവർ ഫ്യൂഷൻ പോലെയും പല ഐറ്റംസ് ഒക്കെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അന്ന് ഒരുപാട് വർഷം മുന്നേ. അതിനുശേഷം ഈ റെസ്റ്റോറന്റ് ആയിട്ട് മാറിയിട്ട് ഞാനൊരു 3 വർഷം മുന്നേ ആണെന്ന് തോന്നുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഈ റെസ്റ്റോറന്റ് വിസിറ്റ് ചെയ്യുന്നതും അന്ന് ഭയങ്കര തിരക്കുമാണ്. ഇവരുടെ ചട്ടി വെച്ചിട്ടുള്ള എന്തോ ഒരു സാധനം, ചട്ടിച്ചോറോ അല്ല എന്തോ ഒരു ഐറ്റം, ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പൊറോട്ടയൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടുള്ള എന്തോ ഒരു ചട്ടി നമുക്ക് കൊണ്ടുപോകാനൊക്കെ തരും. അങ്ങനത്തെ ഒരു സാധനമായിരുന്നു അന്ന് ഞാനത് ട്രൈ ചെയ്തത്. അവരുടെ റെസ്റ്റോറന്റിൽ കയറുമ്പോൾ തന്നെ ചട്ടിയൊക്കെ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന കാണായിരുന്നു. എന്റെ ഓർമ്മയിലുണ്ട്. ഇത്രയും തിരക്കുണ്ടായിരുന്ന ആ റെസ്റ്റോറന്റിന്റെ അവസ്ഥ ലിറ്ററലി, ഞാൻ ആ വണ്ടിയും കൊണ്ട് അകത്ത് കയറിയപ്പോഴത്തേക്ക് ഞാൻ അവരുടെ വെളിയിൽ കൗണ്ടർ കിച്ചണിൽ അവർ വർക്ക് ചെയ്യുന്ന കാണാം. സ്റ്റാഫുകൾ വെളിയിൽ നിൽപ്പുണ്ട്. 2-3 ഹിന്ദി ആൾക്കാരും അല്ലാതെ മലയാളിയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് എനിക്ക് ഡൗട്ട്, ഇത് ക്ലോസ്ഡ് ആണോ എന്ന് വെച്ചാൽ ഞാൻ പുള്ളിയുടെ ചോദിച്ചു. പുള്ളി പറഞ്ഞു അല്ലല്ലോ, ഓപ്പണാണ്, കയറിക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് കയറി. എന്ന് വെച്ചാൽ ആ റെസ്റ്റോറൻറ്റ് ടോപ്പ് സെക്ഷനൊക്കെ എല്ലാം ക്ലോസ്ഡ് ആണ്. അവരൊരു ചെറിയ പോർഷൻ മാത്രമേ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളൂ. എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പഴയ പോലെ പ്രവർത്തിക്കുന്നില്ല. ഒന്നിൽ അവരത് ഷട്ട് ഡൗൺ ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഇനി അത് മെയിൻറ്റെയിൻസ് ചെയ്തിട്ട് ഒരു പുതുതായിട്ട് റീഓപ്പൺ ചെയ്യാനുള്ള വർക്കാണോ എന്നൊന്നും എനിക്കറിയില്ല. എനിവേ ഞാൻ റെസ്റ്റോറൻറ്റിനകത്ത് കയറി. അവിടെ സ്റ്റാഫുകളില്ല. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഓർഡർ എടുക്കാനൊന്നും അധികം സ്റ്റാഫുകളില്ല. ഒറ്റ മനുഷ്യനില്ല കേട്ടോ. ഞാൻ മാത്രമേ ഉള്ള റെസ്റ്റോറൻറ്റിൽ. നമ്മൾ അതിനകത്ത് കയറിയിട്ട് ഫുഡ് കഴിച്ചപ്പോൾ കുറച്ച് ഒരു പാഴ്സൽ വാങ്ങാനായിട്ട് വെളിയിലേക്ക് വന്ന് വാങ്ങിച്ച് നിന്നുകൊണ്ട് പോകുന്നുണ്ട്. വാഷേരിയിലോട്ട് പോയി. ഞാൻ വാഷേരി ഒടുക്കത്തെ യൂറിൻ്റെ സ്മെല്ല്. എന്റെ പൊന്നെ, എനിക്ക് അത് അടിച്ചപ്പോൾ തന്നെ എനിക്ക് കെട്ട്. അവിടെ ഒന്നാമത്തെ ദിവസം റെസ്റ്റോറൻറ്റിൽ ആരുമില്ല. ഭയങ്കര 2 ബാത്റൂമിന് ഇടയിലാണ് വാഷേരി ഇരിക്കുന്നത്. ഭയങ്കര യൂറിന്റെ സ്മെല്ല്. ഞാൻ യൂറിന്റെ നോക്കിയപ്പോഴത്തേക്ക് മെയിൽസിന്റെ യൂറിന്റെ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മളിങ്ങനെ നിൽക്കുന്ന സാധനം. അപ്പം ഞാൻ അത് ഇങ്ങനെ യൂസ് ചെയ്തിട്ട് ആക്ച്വലി ഞാൻ വെള്ളം തുറന്നിട്ടപ്പോൾ അടിയിൽ കൂടെ പൊട്ടി വെള്ളം ഒലിക്കുന്നു ബാത്റൂമിനകത്തോട്ട്. താഴെ അവൻ്റെ കാലിൽ വീഴും. നമുക്ക് അത് പോട്ടെ. അത് എനിവേ ഞാൻ നോക്കുമ്പോൾ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡൈനിങ്ങിൽ ആ ഭാഗത്ത് ഇരിക്കുന്ന ആൾക്കാർക്ക് ആ സ്മെല്ല് അടിക്കും. മൂത്രത്തിന്റെ സ്മെല്ല്, ഭയങ്കര യൂറിന്റെ സ്മെല്ല്. അപ്പോഴേ ഞാൻ വെറുത്ത്. എന്നിട്ട് ഞാൻ അകത്ത് കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഒന്ന് ഈ റെസ്റ്റോറൻറ്റ് പണി പാളി ഇരിക്കുകയാണ്. എനിവേ എന്തായാലും കഴിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പോയിട്ട് 2 ഐറ്റംസ് ഓർഡർ ചെയ്തു. ഒരു കൊത്തു പൊറോട്ടയും, അവരുടെ കൊത്തു പൊറോട്ട ഓർഡർ ചെയ്തു. പിന്നെ ഒരു ചിക്കൻ പെരട്ടും ഒരു 3 ചപ്പാത്തിയും ഓർഡർ ചെയ്തു. പ്ലേറ്റ് വന്നു. ചിക്കൻ പെരട്ടെന്ന് പറഞ്ഞൊരു സാധനം കൊണ്ട് വെച്ചു. അത് ചിക്കൻ കറിയായിരുന്നു. ഞാൻ ചോദിച്ചില്ല കേട്ടോ. ചിക്കൻ പെരട്ടെന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നതിന് മെയിൻ റീസൺ എന്താണ്, ഇവർ അവസാനം ബില്ല് വരുമ്പോൾ ബില്ലിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചോദിക്കാതിരുന്നത്. അപ്പം ചിക്കൻ പെരട്ടെന്ന് പറഞ്ഞ ഒരു സാധനം, കുറച്ച് പീസൊക്കെ ഉണ്ട് കേട്ടോ. പീസൊന്നും ഞാൻ എണ്ണിയില്ല. ശോകമെന്ന് പറഞ്ഞാൽ അതിൽ എലി പുളി എന്തോ ആരെയൊക്കെയോ വിളിച്ചു നിർത്തി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. റെസ്റ്റോറൻറ്റ് ഒരു പ്രോപ്പർ കാരണം ഞാൻ പറഞ്ഞത് ഈ റെസ്റ്റോറൻറ്റ് ഒന്നിനും ഒരു ഷട്ട് ഡൗണിൻ്റെ രീതിയിലായിരിക്കും. വരുന്നവർ വന്ന് കഴിച്ചിട്ട് പോട്ടെ എന്നുള്ള രീതിയിലായിരിക്കണം. എന്തായാലും ഭയങ്കര ഫേമസ് ആയിരുന്ന, ഒരുപാട് ആൾക്കാർ ജോലി ചെയ്തിരുന്ന ഒരു വലിയ റെസ്റ്റോറൻറ്റിൻ്റെ, അതും ലുലു മോളിൻ്റെ പ്രൈം ലൊക്കേഷനിൽ ഇരിക്കുന്ന ഈ റെസ്റ്റോറൻറ്റിൻ്റെ അവസ്ഥ ഇത് എങ്ങനെ ആയി എന്നുള്ളത് എനിക്കറിയില്ല. മേ ബി മോശം ഫുഡോ അല്ലെങ്കിൽ എന്തോ വാട്ട് എവർ ഇറ്റ് ഈസ്, എനിക്ക് അതിനൊന്നും പറ്റിയത് ഞാൻ നോക്കുന്നില്ല. ബട്ട് എന്തായാലും അത് ഫോളായി. ആ റെസ്റ്റോറൻറ്റിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഇനി അവരത് റീബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോയെന്നൊന്നും എനിക്ക് അതിനെ പറ്റി അറിയില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ വളരെ വർസ്റ്റ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റായി മാറി. ഏറ്റവും മോശം തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും മോശമാണ് ഇപ്പം. ഇതിനേക്കാൾ ക്വാളിറ്റിയും വൃത്തിയും മെനയും ഒക്കെ റോഡ് സൈഡിൽ നടക്കുന്ന ഒരു തട്ടുകടയിൽ വില കിട്ടും. അപ്പോൾ ഇവരുടെ ആ ഒരു പുവർ ക്വാളിറ്റി, ഇവർ നല്ലപോലെ റെസ്റ്റോറൻറ്റ് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് നന്നായിട്ട് അവർ വർക്ക് ചെയ്തിരുന്ന ഒരു റെസ്റ്റോറൻറ്റ് ശൃംഖലയായിരിക്കണം. ലൈക്ക് അവർക്ക് വേറെ ബ്രാഞ്ചസ് അത് ഉണ്ടെന്ന് അറിയുന്നത് അത്രയും ആയില്ല. ബട്ട് എന്തായാലും പോപ്പുലർ ആയിട്ടുള്ള ഒരു വളരെ വലിയൊരു റെസ്റ്റോറൻറ്റ് ആയിരുന്നു. ഇപ്പോൾ അവരുടെ അവസ്ഥ വളരെ ശോകമാണ്. അത് എന്താണ് അവർ ചിന്തിക്കുന്നത് അറിയില്ല. മേ ബി ലൈക്ക് ഇവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പ്ലാൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് വീണ്ടും അത് ഓപ്പൺ ചെയ്യാനുള്ള പ്ലാൻ ആയിരിക്കാം. എനിവേ ഇപ്പം ഇതാണ് അവരുടെ അവസ്ഥ. ആരുമില്ല. ഇനി ഞാൻ പറഞ്ഞ ഈ ചിക്കൻ പെരട്ട്, എന്തോ സാധനം, നിങ്ങൾ ആഹാരം കൊടുക്കുന്നു. നിങ്ങൾ ഒരാൾ വന്നവിടെ ഫുഡ് കഴിച്ചാലും എന്താണ് കൊടുത്തത്, എന്ത് സാധനം, വെള്ളം, അതിനകത്ത്
കറിയിൽ ചിക്കൻ കറിയിൽ പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്ത പോലെ അതിനകത്ത് വെള്ളം സൈഡിൽ സെപ്പറേറ്റ് മാറി കിടക്കുന്നതിനകത്ത് എന്താ ഇത് പെരട്ട് നമ്മൾ ഈ പറഞ്ഞ ആൾക്കാർ ആരും പെരട്ട് കഴിക്കാത്തതല്ല. അപ്പം നിങ്ങളുടെ എന്താ അവസ്ഥയിലാണെങ്കിൽ പോലും അവിടെ വരുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ ഒരാൾക്ക് സിംഗിൾ പേഴ്സൺ ആണെങ്കിൽ പോലും അവർക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കാം. ബാക്കിയൊക്കെ പിന്നെ എന്താണെങ്കിലും. ഇനി 180 രൂപയാണ് ചാർജ് ചെയ്തത് ആ പെരട്ടിന് കേട്ടോ. പെരട്ട് എന്ന് പറഞ്ഞാൽ തന്ന സാധനത്തിന് പെരട്ടല്ല, എന്തോ ഒരു സാധനത്തിന്. കൊത്തുപൊറോട്ട കുഴപ്പമില്ലാത്തൊരു സാധനം. അതിനകത്ത് ഒരുപാട് എല്ല് കിട്ടി, ബട്ട് കുഴപ്പമില്ല, കഴിക്കാൻ ആണ് കുഴപ്പമില്ല. ഒരു ചേച്ചിയാണ് ഒന്ന് ഓർഡർ എടുത്തത്. ആ ചേച്ചിയെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അവിടെ ടിഷ്യൂ മടക്കി വയ്ക്കുന്നു, പേപ്പർ വെട്ടുന്നു, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഞാൻ തിരക്കി ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഈ റെസ്റ്റോറൻറ്റിൽ ആക്ച്വലി ഒരുപാട് സ്ത്രീകളും പാവപ്പെട്ട സ്ത്രീകളും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒത്തിരി പേർക്ക് ഇവർ ജോലി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേരുടെ തൊഴിൽ ഹെൽപ്പ് ചെയ്ത സപ്പോർട്ട് ചെയ്യുന്ന ഓണർ അങ്ങനത്തെ ഒരു നല്ല വ്യക്തിത്വമുള്ള മനുഷ്യനായിരിക്കണം. അപ്പോൾ പുള്ളി എന്തോ ഈ റെസ്റ്റോറൻറ്റ് മൂലം ഒരുപാട് പേരെ ജീവിച്ചിട്ടുണ്ട്, ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെയൊക്കെ പോയ വ്യക്തി ആണെന്നില്ലാണ് ഞാൻ അറിഞ്ഞത്. ബട്ട് എനിവേ അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ആസ് എ റെസ്റ്റോറൻറ്റ് ഫുഡ് ശൃംഖല ഇത് ഫ്ലോപ്പാണ്. നിലവിൽ ഇപ്പോൾ അത് ഫ്ലോപ്പാണ്. ഇവരെങ്ങനെ അത് കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ല. ഒരു സമയത്ത് വലിയ പേരുണ്ടായിരുന്ന റെസ്റ്റോറൻ്റാണ്, ഇപ്പോൾ എന്തായാലും നശിച്ചു. ഇനി അത് അവർ റീബിൽഡ് ചെയ്ത് കൊണ്ടുവരുമോ എന്നൊക്കെ ഉള്ളത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. ബട്ട് എനിക്ക് ഫീൽ ചെയ്ത ഇതാണ്, ഇതൊരിക്കലും ഈ റെസ്റ്റോറൻറ്റ് ഇപ്പം നമുക്ക് കാണാൻ പോലും പറ്റില്ല. കാരണം നമ്മൾ റോഡ് പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ലൈറ്റ് ഇല്ല. KH നിൽക്കുന്നതിൽ K മാത്രമേ ലൈറ്റ് കത്തിട്ടുള്ളൂ, H ഇല്ല. അപ്പം നമ്മൾ അകത്ത് കയറില്ല, ആക്ച്വലി ആൾക്കാർ വരില്ല. അവിടെ അറിയാമെന്നുള്ള പരിസരങ്ങളിലുള്ള ആൾക്കാർ മാത്രമേ തട്ട് ദോശ, ഓംപ്ലേറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഊണൊക്കെ പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറച്ച് സ്റ്റാഫുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. എനിക്കൊന്നും സത്യം എനിക്കൊന്നും പറഞ്ഞാൽ ഞാൻ ആക്ച്വലി റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ ഞാൻ എന്താ പറയുക, ഇത് ഇത്രയും ഇങ്ങനെ ആയോ ഈ റെസ്റ്റോറൻറ്റ്? ഞാൻ ഇത് ബന്ധിനെ അടച്ചിട്ടേക്കണക്ക് ഇരിക്കുന്നു, വെളിച്ചം ഇട്ടിട്ടില്ല, ലൈറ്റ്സ് ഇല്ല, ഒന്നുമില്ല. അപ്പം ഞാൻ എന്ത് ഇങ്ങനെ ആയിപ്പോയി റെസ്റ്റോറൻറ്റ് എന്ന് ചിന്തിച്ചു ഗൈസ്. അപ്പോൾ ഇതാണ് അവർ തന്ന ബില്ല് കേട്ടോ. എനിക്ക് ബില്ലായിട്ട് തന്ന സാധനമാണ്. നിങ്ങൾക്ക് ഉൾട്ടായിട്ടായിരിക്കും കാണുന്ന ചപ്പാത്തി 3 രൂപ 30 പൈസ, ചിക്കൻ പെരട്ട് ഒരെണ്ണം 180 രൂപ, ചട്ടി കൊത്തു പൊറോട്ട 180 രൂപ, ടോട്ടൽ 390 രൂപ. ഇത് ഈ ബില്ല് ഓവർ പ്രൈസ്ഡ് ആണ്. ചിക്കൻ പെരട്ടൊക്കെ പല സ്ഥലങ്ങളിലും നല്ല ചിക്കൻ പെരട്ടൊക്കെ 160 രൂപ കിട്ടും. 180 രൂപയ്ക്ക് വെള്ളം കലത്തിയ ഈ സാധനം ആരും കഴിക്കില്ല. പിന്നെ കൊത്തു പൊറോട്ട ഓക്കെ, അതും 180 രൂപയാണ് ചെയ്തേക്കുന്നത്. ക്വാണ്ടിറ്റി ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ ഒന്നും പറയാനില്ല. 390 രൂപ എടുത്ത് ഈ സാധനം ഇവിടെ നിന്ന് ആരെങ്കിലും പോകൂല, ഇനി ജന്മത്തോടെ തന്നെ പോകൂല. ഇത് എങ്ങനെ ഉണ്ടായിരുന്ന റെസ്റ്റോറൻ്റ് ആണെന്ന് അറിയാമോ? അത്രയും തിരക്കും ഒരുപാട് സ്റ്റാഫിനെയൊക്കെ വെച്ചിട്ട് ഭയങ്കര കിലോമീറ്റർ റൺ ചെയ്തുകൊണ്ടിരുന്ന റെസ്റ്റോറൻറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇപ്പോൾ ഇങ്ങനെ പറ്റിയെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ റെസ്റ്റോറൻറ്റിനെ ഏറ്റവും മോശം റെസ്റ്റോറൻറ്റ് തിരുവനന്തപുരം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞ റീസൺ എനിക്ക് ഇപ്പോൾ മനസ്സിലായി. എന്തായാലും അവർക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ. നല്ലപോലെ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരുന്ന വളരെ നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ബില്ലില്ല, അവർക്ക് പ്രോപ്പർ ഒരു ബില്ലിംഗ് സിസ്റ്റം പോലും അവരില്ല. ഞാനൊന്നും നോക്കുന്നില്ല, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പേപ്പറിൽ എഴുതി കീറി തന്നേക്കുന്നത് ഇതൊക്കെ അവർ നിയമവിരുദ്ധമാണ്. അവർക്ക് GST ഉൾപ്പെടെ ബില്ലാണ് അവർ തരാനുള്ളത്. അവർ തന്നിട്ടില്ല കേട്ടോ. ഞാനൊന്നും അതിനൊക്കെ ഇവിടെ അധികാരികളും അതിനുള്ള ടീമുകളൊക്കെ ഉണ്ട്. അവരൊക്കെ എന്തുകൊണ്ടാണ് ചെക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ളത് ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ എന്ന് വെച്ചാൽ കാര്യമുണ്ട്. പക്ഷെ ഞാൻ ശ്രദ്ധിക്കില്ല. കാരണം ആ റെസ്റ്റോറൻറ്റിൻ്റെ അവസ്ഥ എനിക്ക് കാണുമ്പോൾ ഞാൻ തോന്നുന്നു മിക്കവാറും അത് ഒരു ക്ലോസ് ചെയ്യാനൊക്കെ ഉള്ള പ്ലാൻ ആയിരിക്കാം, അല്ലെങ്കിൽ മേ ബി റീഓപ്പൺ ചെയ്യുമായിരിക്കും. വാട്ടവർ. എന്തായാലും ഇതാണ് ഈ റെസ്റ്റോറൻറ്റ്. നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പോയി വിസിറ്റ് ചെയ്തതിൽ എനിക്ക് തോന്നിയ പേഴ്സണൽ കാര്യങ്ങൾ. ആൻഡ് ദിസ് ഈസ് സ്ട്രിക്ട്ലി മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ഈ റെസ്റ്റോറൻറ്റ് ഇഷ്ടപ്പെടുന്നവർ ഇപ്പോഴും ഉണ്ടായിരിക്കും. കാരണം ഒരുപാട് പേരെ സഹായിച്ച, ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുത്ത, ഒരുപാട് കുടുംബങ്ങൾ ജീവിച്ച റെസ്റ്റോറൻ്റാണ്. അവർക്ക് വീണ്ടും ഇനിയും തിരിച്ചു വരാൻ പറ്റട്ടെ. നല്ല ഫുഡ് അവർ കൊണ്ടുവന്നാൽ, നല്ല സ്റ്റാഫിന് വെച്ച് നല്ല സർവിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ റെസ്റ്റോറൻറ്റ് ഇരിക്കുന്ന ലൊക്കേഷൻ വൈസ് അവർ നല്ലപോലെ അത് ബിൽഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഓടാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. ആ റെസ്റ്റോറൻറ്റ് നന്നായിട്ട് തന്നെ ഓടും ഇനി വേണമെങ്കിലും. ബട്ട് ഇപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയില്ല. ഇന്റേണൽ ഇഷ്യൂസ് എന്തെങ്കിലും കാണുമായിരിക്കും എന്തോ. ബട്ട് ഞാൻ പിന്നെ ആലോചിക്കും, ഈ റെസ്റ്റോറൻറ്റ് ഇത്രയും വലിയൊരു സ്പേസിൽ ഇവർ എങ്ങനെ റെന്റ് കൊടുക്കും? ഇനി സ്വന്തം പ്രോപ്പർട്ടി വല്ലതും ആണോ, അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് അറിയില്ല. എന്തായാലും റെൻ്റൊക്കെ ആണെങ്കിൽ അവർക്ക് അതിനുള്ള കച്ചവടം കിട്ടുമോ ഒന്നും അറിയില്ല. ചില ഊണൊക്കെ പോകുന്നുണ്ട്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും. പാഴ്സൽ ഒരുപാട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ 20 പേര് വന്ന് ദോശ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പാഴ്സൽ വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്. ഡൈനിങ് ആണ് കുറവെന്ന് പറഞ്ഞു. പിന്നെ ഒരു ചേച്ചി നമുക്ക് സൗകര്യം ചേച്ചി പറഞ്ഞു കുറച്ച് നേരത്തെ പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു, പിന്നെ അവർ പോയി ഇരിക്കാൻ സ്ഥലമില്ലാതെ പോയെന്നൊക്കെ പറഞ്ഞു. എന്തായാലും പക്ഷേ ഒരിക്കലും ആ റെസ്റ്റോറൻറ്റ് തിരക്കുള്ള റെസ്റ്റോറൻറ്റ് അല്ല. നമുക്ക് എന്തായാലും നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഓക്കെ, ഇതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കേസിനെ പറ്റിയുള്ള. നമുക്കൊരു പുതിയ വീട്ടിൽ വീണ്ടും കാണാം ഗൈസ്. അതുവരേക്കും ബൈ.